ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടയിലെ ടീം എമർജൻസിയുടെ ഓഫീസിലാണുള്ളത്. അപ്പം ടീം എമർജൻസിയുടെ ഓഫീസിൽ നമുക്കൊന്ന് കാണാം. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണുള്ള കുറേ സംഭവങ്ങൾ കാണാനായിട്ടുണ്ട്. ടീം എമർജൻസിയുടെ ഓഫീസിനകമാണ് നമ്മളീ കാണുന്നത്. ഏറ്റവും മുകളിൽ കണ്ടോ ഇരിക്കുന്നത് നമുക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെയാണ് ഈ മുകളിലിരിക്കുന്നത്. ഈ ഭാഗത്തുള്ളത് ടീം എമർജൻസിയുടെ മെമ്പർമാരാണ്. ഈരാറ്റുപേട്ടയിലുള്ള മെമ്പർമാരുടെ ലിസ്റ്റാണ്. ഇത്രയും മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മുമ്പേ പറഞ്ഞ പുരസ്കാരങ്ങളാണ്. നമുക്ക് വേണ്ട ടൂൾസ് ഒക്കെയാണ് ഇത് ഇരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഇരിക്കുന്ന നമ്മുടെ ടൂൾസ് ഒക്കെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡെഗ്ഗി ബോട്ടാണ് ഇത് ഈ ഇരിക്കുന്നത്. ഇതിനകത്തെല്ലാം ടൂൾസ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട എല്ലാ ടൂൾസ് സാധനങ്ങളെല്ലാം ഇത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും ഇത് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഭരണങ്ങാനത്ത് 2 പിള്ളേർ വെള്ളത്തിൽ പോയില്ലായിരുന്നു. അപ്പോൾ ആ പിള്ളേരെ നമ്മൾ റെസ്ക്യൂ ചെയ്തായിരുന്നു. അതിൽ ഒരാളുടെ ബോഡി ടീം എമർജൻസിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇന്നൊരു ആദരവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈരാറ്റുപേട്ട വന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ നിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഭരണങ്ങാനത്തിന് പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ വണ്ടികളെല്ലാം ഇറങ്ങി വരുവാണ്. ടീം എമർജൻസിയുടെ വീഡിയോ എടുക്കുക. രണ്ടാമത്തെ വണ്ടി നമ്മുടെ പോയി. നമ്മുടെ മെമ്പർമാരെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഞാനും ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അപ്പോൾ അവിടെയാണ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാവരും ഉണ്ട്. ഓരോ കോണിലും നമ്മെ സ്പർശിക്കുന്നു. അവരെ കോഴ്സിനും നന്മ എന്ന നിലയിലേക്ക് ഉയർന്ന നന്മക്കൂട്ടം സന്നദ്ധ സംഘടനയ്ക്കും ടീം എമർജൻസിക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവുമാണ് ഇന്ന് ഞങ്ങൾ അർപ്പിക്കുന്നത്. ഈ നിമിഷം സ്മരണയുടെയും സ്നേഹത്തിന്റെയും ഭാഗമാകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ആഹ്ലാദത്തോടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഈ സംഗമം പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിക്കാം. ദൈവിക അനുഗ്രഹം തേടിയുള്ള ഈ ഗീതത്തിൽ എല്ലാവരും സുഖം പകരാനോ സ്നേഹദീപമേ മിഴി തുറക്കൂ, കദന നിവാരണ കനിവിന്നുറവേ മിഴി തുറക്കൂ. മോഹൻ സാറിനെ ഈ രീതിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിൻ്റെ ഡയറക്ടർ ഫാദർ ജെബി മുഖച്ചെറിയിലച്ച, ഈ സമ്മേളനത്തിൻ്റെ വിശിഷ്ട വ്യക്തിത്വങ്ങളായി കടന്നു വന്നിരിക്കുന്ന ടീം എമർജൻസി കേരളയുടെയും റെസ്ക്യൂ ഫോഴ്സ് ഈരാറ്റുപേട്ടയുടെയും ടീം നന്മക്കൂട്ടത്തിൻ്റെയും സാരഥികൾ, പ്രത്യേകമായിട്ട് ടീം എമർജൻസിയുടെ രക്ഷാധികാരി ജോഷി മൂഴിയാങ്കൽ, വൈസ് പ്രസിഡന്റ് റഷീദ് വടയാർ, റെസ്ക്യൂ ഫോഴ്സിൻ്റെ രക്ഷാധികാരി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാൻ TM റഷീദ് സാർ, M അബ്ദുൽ ഖാദർ സാർ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ,
ദുഃഖകരവുമായ ഒരാഴ്ചക്കാലങ്ങൾ കടന്നു പോവുകയായിരുന്നു. അവിചാരിതമെന്നോണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 കുട്ടികൾക്ക് അപകടം സംഭവിക്കുകയും അവർ നമ്മിൽ നിന്ന് വേർപെടുകയും നമ്മൾ അഭിമുഖീകരിച്ചു. ആ സംഭവത്തിൻ്റെ ആഘാതം നമ്മൾ കഴിഞ്ഞ ശനിയും ഞായറും തിങ്കളുമൊക്കെ കണ്ടവരും അനുഭവിച്ചവരുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും കൂടുതൽ ആ അപകടത്തെ തരണം ചെയ്യുവാൻ സഹായിച്ചത് പ്രതിഫലിച്ചയോ പ്രത്യേകമായ ഒന്നും ലക്ഷ്യം വയ്ക്കാതെ സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒറ്റ പിന്നാമ്പുറങ്ങളിൽ നിന്ന് കൈമയും മറന്നുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ പരിശ്രമം മാത്രമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടത്തിൽ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരുപടി ആൾക്കാർ കൂടി നമുക്കുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ട് ഫോഴ്സുകൾ നമുക്കുണ്ടായിരുന്നു. അതിലുപരി രാവിലെ മുതൽ രാത്രി പരമാവധി സമയം വരെ അവരവരെ കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഏതാണ്ട് രാവിലെ 6 മണിക്ക് മുൻപ് സ്ഥലത്തെത്തിച്ചേർന്ന് വൈകുന്നേരം 7:40 അവർ തെരച്ചിൽ അവസാനിക്കാതെ ഏതെങ്കിലും ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ വെട്ടത്തിലെങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. അവിടെ വന്നു നിന്നവരോടൊക്കെ ഒരു പ്രതീക്ഷയുടെ വാക്കുകൾ കൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് അവരെ എത്രയും വേഗം ആ ലക്ഷ്യത്തിലെത്തുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തി കടന്നുപോയ ഒരു ക്യാപ്റ്റനെ ഞങ്ങൾ കണ്ടു. അവർക്കുണ്ടാകാവുന്ന പ്രതിസന്ധികളോ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ അവർ തൃണവൽക്കരിച്ചുകൊണ്ട് അവിടെയുള്ള പ്രതിസന്ധികളെ ഓരോന്നായിട്ട് ചെറിയൊരു വള്ളിയുടെ ബലത്തിലോ ചെറിയൊരു ട്യൂബിന്റെ ബലത്തിലോ ഒക്കെ അവര് മാറ്റി പരിശ്രമിക്കുന്നത് ഞങ്ങൾ കണ്ടു. ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി പോയി നോക്കി അവിടെയുള്ള ഇല്ലുകളുടെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് അതിനെ വകഞ്ഞു മാറ്റി അവരുടെ പരമാവധി ആരോഗ്യമെടുത്ത് അതിനെ കെട്ടിവരിഞ്ഞു മുറുക്കി വലിച്ചു മാറ്റി അവരവരുടെ മാക്സിമം എഫേർട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ കണ്ടത് കഴിഞ്ഞ ശനിയാഴ്ചയും കഴിഞ്ഞ ഞായറാഴ്ചയും കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചവരെയുള്ള സമയങ്ങൾ നമ്മൾ നേരിൽ കണ്ടുവെങ്കിൽ ഇതിനപ്പുറത്തേക്ക് അവരുടെ രക്ഷാകരങ്ങൾ നീണ്ടുപോയ ഒരുപിടി അനവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നു മാത്രമാണ് ഇതെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ നൽകിയ വലിയ ഒരു സേവനമാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ വലിയ ഒരു ശുശ്രൂഷയാണ്, സേവനമാണ് എന്ന് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് JBHന്റെ പ്രത്യേക ഇഷ്ടപ്രകാരം പ്രത്യേകമായിട്ട് അച്ഛൻ പറഞ്ഞ് നമ്മൾ ഇന്ന് ഈ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുന്നത്. അവരുടെ സേവനം ചെറുതല്ല. അവർ ഈ സമൂഹത്തോട് കാണിക്കുന്ന അനുകമ്പയും സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഒത്തിരിയേറെ വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ ഓർക്കുന്ന നിമിഷമാണ് ഇത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ഏറ്റവും ആദരണീയനായ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ JBHനാണ്. നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 പേര് നഷ്ടമായ 2 ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച അച്ഛൻ അവരുടെ വീട്ടിൽ പോയി, തിങ്കളാഴ്ച അച്ഛൻ അവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് പോയി. അങ്ങനെ ഏതാണ്ട് ഫുൾ ടൈം നിങ്ങളിവിടെ ഉണ്ടായിരുന്ന എല്ലാ രക്ഷാപ്രവർത്തകരോടൊപ്പം തന്നെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും അച്ഛൻ അവിടെ ആയിരിക്കുകയായിരുന്നു. അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് അവരെ അനുസ്മരിക്കുന്നതോടൊപ്പം അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 3 സംഘടനകളാണ് നമുക്കിവിടെ എത്തിച്ചേർന്നത്. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടീം എമർജൻസി കേരളയും ടീം റെസ്ക്യൂ ഫോഴ്സും ടീം നന്മക്കൂട്ടവും അവരും ഇപ്പോൾ ഏകദേശം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 3 ഏജൻസികളും അല്ലെങ്കിൽ 3 സംഘടനകളുമാണ് നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചത്. നമുക്കറിയാം, അവരിവിടെ നിന്ന് മുതൽ അങ്ങ് താഴെ വരെ ചെക്ക് ഡാമിന്റെ സമീപം വരെയുള്ള
എല്ലാ പ്രദേശങ്ങളിലും അവർ ഏകദേശം ഒരു 50-60 തവണയെങ്കിലും എനിക്ക് തോന്നുന്നു യാത്ര ചെയ്തിട്ടുണ്ട്. അത്രയേറെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ അവർ വെള്ളത്തിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു എഫേർട്ട് നമുക്കറിയാം. അത് എത്രത്തോളം കഠിനമാണെന്നും എത്രത്തോളം അതിനുവേണ്ടിയുള്ള ഒരു ആയാസം അവരനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെ നമുക്കറിയാം. അപ്പം അവരെ ഏറ്റവും സ്നേഹപൂർവ്വം 3 ഏജൻസികളെയും പ്രത്യേകിച്ച് അവരെ പ്രദാനം ചെയ്ത് സ്റ്റേജിലിരിക്കുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി റെസ്ക്യൂ ഫോഴ്സിന്റെ രക്ഷാധികാരി, ഈരാറ്റുപേട്ടയിലെ മുൻ മുനിസിപ്പൽ ചെയർമാൻ ടി എം റഷീദ് സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് അതിന്റെ വൈസ് ചെയർമാൻ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സാറുണ്ട്. സാറ് ഓൾറെഡി അവരുടെ മുനിസിപ്പൽ കൗൺസിൽ അംഗമാണ്. ഓൾറെഡി ഞാൻ 1-2 പ്രാവശ്യം സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ സാറിനെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടീം എമർജൻസി കേരള അവരുടെ ലെവലിൽ എത്തിയിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ ടീമാണ് എത്തിയിരിക്കുന്നത്. ടീം എമർജൻസി കേരള അവർ പങ്കെടുത്തവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ കുറച്ച് പേരെ ഇതിനകത്ത് ഇല്ലാത്തതുള്ളൂ എന്ന് ഞാൻ കരുതുകയാണ്. ടീം എമർജൻസിയിലെ എല്ലാവരെയും സ്നേഹപൂർവ്വം അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് അതിന്റെ രക്ഷാധികാരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജോഷി മൂഴിയാങ്കൽ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിന്റെ വൈസ് പ്രസിഡന്റ് റഷീദ് വടയാർ സാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആളാണ് അതിന്റെ സെക്രട്ടറി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അംഗങ്ങളുണ്ട്, അവരും എത്തിച്ചേരുന്നു. അവരെയും സ്നേഹപൂർവ്വം അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന്, അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് കാണിക്കുന്ന സ്നേഹത്തിന്, നിങ്ങളിങ്ങനെ ആപത്ഘട്ടങ്ങളിൽ നിങ്ങൾ ഈ ജനതയ്ക്ക് കൈത്താങ്ങാണെന്നുള്ളതിനുള്ള സന്തോഷം അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നിങ്ങൾക്കിത് മാതൃകയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന വേളകളിൽ, അപ്പം നിങ്ങൾക്കുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യുക. ഇവരോടൊക്കെയുള്ള നിങ്ങളുടെ നന്ദി, നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളത് പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരുടെ പേരിലുള്ള, അവരുടെ കുടുംബങ്ങളുടെ പേരിലുള്ള നന്ദിയൊക്കെ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും, എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു. നന്ദി. ഇന്നേ ദിവസം അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സാധാരണ നടക്കുന്ന ഒരു ആഘോഷമല്ല, അല്ലെങ്കിൽ കൂട്ടായ്മയല്ല, പിന്നെയോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടായ്മ. എനിക്ക് തോന്നുന്നത് ഈ കൂട്ടായ്മയുടെ ഈ ഒന്നുചേരലിൻ്റെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പുതിയ മാർപ്പാപ്പയായി ശേഷം ലിയോ മാർപ്പാപ്പ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. നമുക്ക് പരസ്പരം ഹൃദയങ്ങളിൽ മറ്റുള്ളവരുടെ അടുക്കൽ പാലങ്ങൾ പണിയാൻ ശ്രമിക്കാമെന്ന്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് ഈ ദിവസം, ഈ നിമിഷങ്ങളിൽ പരസ്പരം ഹൃദയം കൊണ്ട് പാലങ്ങൾ പണിയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ഒരാഴ്ചക്ക് മുൻപ് നമ്മൾ പരസ്പരം ആരെയും അറിയത്തില്ലായിരുന്നു, ആർക്കും ആരെയും പരിചിതമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഒരു സൗഹൃദത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒരു ബന്ധങ്ങൾ പണിതുയർത്താനായിട്ട് സാധിച്ചു. ഏറ്റവും സ്നേഹത്തോടുകൂടെ ടീം നന്മക്കൂട്ടത്തിനും ടീം എമർജൻസി കേരളയും അതോടൊപ്പം തന്നെ റെസ്ക്യൂ ഫോഴ്സ് ഇരാറ്റുപേട്ട, ഇപ്പോൾ നിങ്ങളെല്ലാവരെയും ഇന്നേ ദിവസം നമ്മൾ കാണുന്നത് അസിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാം എന്താ ചെയ്യേണ്ടത്? ഇത്രയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ അസീസിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ജെബി അച്ച, മുനിസിപ്പൽ ഈരാറ്റുപേട്ടയുടെ മുൻ മുനിസിപ്പൽ ചെയർമാൻ TMR എന്ന TM റഷീദ്, മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൽ ഖാദിർ കാക്ക, റഷീദ് വടയാർ,
ഞങ്ങളുടെ ടീം എമർജൻസിയുടെ രക്ഷാധികാരി അഷ്റഫ് കുട്ടി എന്ന അഫ്സൽ KKP ഉൾപ്പെടെ വേദിയിലും റഷീദ് വടയാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഈ അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അനുസ്മരണവും മരണപ്പെട്ടുപോയ വിദ്യാർത്ഥികളെ അനുസ്മരിക്കുന്നതിനും അതോടൊപ്പം തന്നെ റെസ്ക്യൂ സംഘടനകൾക്ക് ആദരവും നൽകുന്ന ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള റെസ്ക്യൂ സംഘടനകളെ ആദരിക്കുന്നതിന് സന്മനസ് കാണിച്ച ഇതിൻ്റെ ഡയറക്ടർ JB അച്ഛനോടുള്ള ടീം എമർജൻസിയുടെ പേരിലുള്ള അകൈതവമായ നന്ദിയും സ്നേഹവും ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ രണ്ടാമത്തെ പെൺകുട്ടി ഇവിടെ ജർമ്മൻ ഭാഷ പഠിക്കുകയും A1 A2 B1 B2 പാസ്സായി. അവൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത കുട്ടി എഞ്ചിനീയറിംഗ് പാസ്സായി IELTS പാസ്സായതിനു ശേഷം ഇവിടെ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു. A1 പരീക്ഷ കഴിഞ്ഞ ദിവസം കഴിയുകയുണ്ടായി. അവൾ എന്നോട് പറയുകയുണ്ടായി, ഈ സ്കൂളിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും മര്യാദക്കാരായ മാതൃകാപരമായ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടു പോയ ആൽബിൻ ജോസഫും അമലുമൊക്കെ. അവർ വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം ജർമ്മൻ ഭാഷ A1 A2 B1 B2 4 തരത്തിലാണ്. ആ A1ഉം A2ഉം B1ഉം പാസ്സായിക്കൊണ്ട് B2 എന്ന പരീക്ഷ ഏതാണ്ട് 2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ, അങ്ങനെയല്ലേ വെച്ചാൽ ഏതാണ്ട് 2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ B2 പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളായിരുന്നു മരണപ്പെട്ടു പോയത്. ഞങ്ങൾ റെസ്ക്യൂ സംഘടന ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വയനാട് മേഖലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് പ്രകൃതിക്ഷോഭവും ഉരുൾപൊട്ടലും ഉണ്ടായപ്പോൾ അവിടെ പറന്നെത്തിക്കൊണ്ട് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തന ദൗത്യം നടത്തുവാൻ സാധിച്ചു. ഒത്തിരി മരണപ്പെട്ടു പോയ ആളുകളുടെ ഡെഡ് ബോഡി വീണ്ടെടുക്കുന്നതിനും അത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ 2 പ്രവർത്തകർക്ക് ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ പിടിപെടുകയും അവരെ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും രോഗമുക്തരായി തിരികെ വരികയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ഏതായാലും ഞങ്ങളെയൊക്കെ ആദരിക്കുവാൻ സന്മനസ് കാണിച്ച JB അച്ഛൻ, ഇപ്പം നമുക്കറിയാം ഇവിടെ ഇത്തരം സാഹചര്യങ്ങളിൽ ഞാനൊക്കെ ഈ ഭരണങ്ങാനത്ത് തന്നെയുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖവും പ്രബലവുമായ ഭരണങ്ങാനം അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ PTA പ്രസിഡന്റായും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും ഒക്കെ എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സിസ്റ്റർ ആൻസൽ മരിയോടൊക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ന് മരണപ്പെട്ടു പോകുന്നത് ടൂർ പോയാലും മറ്റു മേഖലകളിലുമൊക്കെ നീന്തൽ അറിയത്തില്ലാതെ ഒട്ടനവധി കുട്ടികളൊക്കെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ. അവർക്ക് ഈ അമലിനും ആൽബിനുമൊക്കെ നീന്തൽ അറിയാമായിരുന്നു എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നെ നീന്തൽ അറിയാമെങ്കിൽ പോലും നമുക്കറിയാം പല തീക്കോയിലെ മാർമലയരിയും ചേന്നാടിന് സമീപത്തുള്ള വേഗത്താനം അരുവിയിലുമൊക്കെ പോകുമ്പോൾ എത്ര നീന്തൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും അവിടെ പോയാൽ പലർക്കും മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. കാരണം അവിടുത്തെ ഒഴുക്ക് പാറയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ തെന്നിപ്പോകുന്ന സാഹചര്യമാണ്. വർഷങ്ങളായി നമുക്കറിയാം ഇന്നിപ്പോൾ ഈരാറ്റുപേട്ടയിൽ 3 റെസ്ക്യൂ സംഘടനകളുണ്ട്. ഞങ്ങളൊക്കെ റെസ്ക്യൂ മേഖലകളിൽ തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏതായാലും അവിടെ മരണപ്പെട്ടു പോയ കുട്ടിയുടെ പിതാവിനെയും ഒക്കെ എനിക്ക് കാണുവാൻ സാധിച്ചു. അവർ അവിടെ ബോഡി വീണ്ടെടുക്കുന്നതിനുണ്ട് വേണ്ടി വളരെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരാൾ പോലും മരണപ്പെട്ടു പോകരുതെന്നും, ഇനി അഥവാ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടേതായ മതാചാരപ്രകാരം ബോഡി മറവ് ചെയ്യുന്നതിന് വേണ്ടി ആ ബോഡി എത്രയും വേഗം വീണ്ടെടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടീം എമർജൻസിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ്. ഞാൻ തൊട്ടടുത്ത പഞ്ചായത്തായ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട് ക്രൈസ്തവനാണെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ രാഷ്ട്രീയമോ നോക്കാതെ ഇവിടെ മുങ്ങിപ്പോയ ക്രൈസ്തവരായ എൻ്റെ ജാതിയിൽപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന ഞാൻ ഉൾപ്പെടെയുള്ള ടീം എമർജൻസിയിലെ അംഗങ്ങളാണ് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമായ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മീനച്ചിലാറ് പോലെ തന്നെ അപകട ഭീഷണിയുള്ള ഒരു സ്ഥലമാണ് മണിമലയാറ്.
ആ മണിമലയാറിൻ്റെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ടീം എമർജൻസിയുടെ മണിമല യൂണിറ്റ്, ഞങ്ങളുടെ മണിമല യൂണിറ്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രസിഡന്റ് സബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ അനവധി ആളുകൾ മീനച്ചിലാറിനേക്കാൾ അപകട ഭീഷണിയുള്ള മണിമലയാറിൽ ഞങ്ങളുടെ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിമല യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് കടുമേനി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഞങ്ങൾ യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ വയനാടും പാലക്കാടും ഒക്കെ ഇത്തരം യൂണിറ്റ് പാലക്കാട് ജില്ലയിലെ അഗളി, ഷോളയൂർ, പുത്തൂർ പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു യൂണിറ്റും വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയും മീനങ്ങാടിയും പനമരം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അടുത്ത യൂണിറ്റ് ഏതാനും 1-2 മാസങ്ങൾക്കുള്ളിൽ രൂപീകൃതമാകുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ജബിയച്ചനുമായിട്ട് എനിക്ക് 1-2 വർഷമായിട്ട് എൻ്റെ മോൾ ഇവിടെ പഠിച്ചതുകൊണ്ട് വളരെ നല്ല പരിചയമുണ്ട്. അന്ന് അച്ഛൻ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച്, കാരണം അച്ഛനന്ന് അച്ഛൻ്റെ വേഷത്തിൽ ലോഹിയിട്ടായിരുന്നില്ല അവിടെ നിന്നിരുന്നത്. അതുകൊണ്ട് പലർക്കും അച്ഛനെ മനസ്സിലാക്കുവാൻ ചിലപ്പോൾ സാധിച്ചിട്ടില്ല. എനിക്ക് അച്ഛനെ പരിചയമുള്ളതും അറിയാമായിരുന്നു. ഏതായാലും ഞങ്ങളെയൊക്കെ ആദരിക്കുന്നതിന് സെൻമനസ് കാണിച്ച അച്ഛനോടൊക്കെയുള്ള അസീസിയുടെ ോടുള്ള നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ജബി അച്ഛൻ, മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരെ, ഏതാണ്ട് കഴിഞ്ഞ ശനിയാഴ്ച വരെ നമ്മളോടൊപ്പം ഇതേ ക്യാമ്പസിൽ നമ്മളോടൊപ്പം സുഖവും ദുഃഖവും പങ്കിട്ട് നമ്മുടെ കൂടെ ഒരുമിച്ച് കഴിഞ്ഞ 2 യുവാക്കൾ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിൻ്റെ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ സ്വന്തം കുടുംബത്തെയും അതുവഴി സമൂഹത്തെയും ഒക്കെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് സാമ്പത്തികവും ശാരീരികവുമായ അധ്വാനങ്ങളൊക്കെ മുടക്കി എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെയൊക്കെ മാതാപിതാക്കൾ കലാലയങ്ങളിലേക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചുറ്റും അപകടങ്ങൾ പതിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇനി സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും ഒക്കെ സമീപകാല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പത്രദ്വാര അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ വഴിയൊക്കെ കാണുകയാണ്. 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു, അല്ലെങ്കിൽ 2 വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചു. അങ്ങനെ ദിനേന നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം അപകടം പിടിച്ച ഒരു പ്രദേശത്തേക്ക്, മീനച്ചിലാറിനെ നമുക്കറിയാം വളരെ വേനൽക്കാലങ്ങളിൽ ശാന്തമായി നിൽക്കുകയും വർഷകാലങ്ങൾ വരുമ്പോൾ രൗദ്രഭാവത്തോടെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു മീനച്ചിലാറിൻ്റെ പരിസ്ഥിതിയിൽ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, അവർ ചിലപ്പോൾ ഈ പ്രദേശത്തുള്ളവരായിരിക്കില്ല, അത് പല പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ വന്നുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുവാൻ വരുന്നവരായിരിക്കും. പക്ഷേ ആ കരയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അവർ എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ചോരത്തിളപ്പ് കൊണ്ട് അവരെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഈ പുഴയിലേക്കൊക്കെ എടുത്തു ചാടുന്നത്. നിസ്സഹായതയുടെ നിലവിളികൾ കേട്ടുകൊണ്ട് മാത്രമേ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം സന്നിഗ്ധ ഘട്ടത്തിലാണ് ടീം എമർജൻസി അടക്കം, ടീം നന്മക്കൂട്ടമടക്കം, അതുപോലുള്ള റെസ്ക്യൂ ഫോഴ്സ് അടക്കമുള്ള സംഘടനകളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. ഒരു മെസ്സേജ് വരുമ്പോൾ ആ മെസ്സേജ് കേട്ടുകൊണ്ട് അവർ ഒരുപക്ഷെ അവരുടെ ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ചെലവഴിക്കുന്ന നിമിഷങ്ങളായിരിക്കും. ആ നിമിഷത്തെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഏതു പാതിരാവിലും സഹജീവിയുടെ ചേതനയറ്റ ശരീരമെങ്കിലും വീണ്ടെടുത്തുകൊണ്ട് പുഴവക്കത്ത് ആർത്തനാദത്തോടെ ആർത്തലച്ച് ചെങ്കട്ടടിച്ച് കരയുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ ആചാരപ്രകാരം, അവരുടെ മതാചാരപ്രകാരം അവരുടെ ഡെഡ് ബോഡിയെങ്കിലും വീണ്ടെടുത്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപറ്റം യുവാക്കൾ
നമ്മുടെ തൊട്ടടുത്ത ഈരാറ്റുപേട്ടയിൽ കേരളത്തിൽ നമുക്കറിയാം ഇതുപോലെ സന്നദ്ധ സേവന രംഗത്ത് മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, അത് ഈരാറ്റുപേട്ടക്കാരാണ്. നിങ്ങൾക്കറിയാം ഈരാറ്റുപേട്ടയിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത പൂഞ്ഞാർ പഞ്ചായത്തടക്കം അല്ലെങ്കിൽ മണിമല, നമ്മുടെ കോട്ടയം ജില്ലയിൽപ്പെട്ട മണിമലയിൽ നിന്നടക്കം ഒറ്റ ഫോൺ കോളിൽ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഫോഴ്സ് സംവിധാനം ഒരു രൂപ പോലും ആരിൽ നിന്നും പ്രതിഫലം വാങ്ങി സംഘടന വളർത്തുവാനോ വർക്ക് ചെയ്യുവാനോ അല്ല ഇത്തരം ശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്. അതായത് ഞങ്ങളൊക്കെ ഇസ്ലാം മത വിശ്വാസികളാണ് കൂടുതലും. യർഹമു മൻഫിൽ അർളി യർഹമക്കും മൻഫി സമാഹ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വാക്യം നെഞ്ചകത്തേറ്റുവാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഞങ്ങളുടെ മുമ്പിൽ മറ്റൊന്നും തടസ്സമല്ല. സഹജീവികളുടെ ജാതിയോ മതമോ ഞങ്ങൾ ചോദിക്കാറില്ല. ഒരു വിദ്യാർത്ഥി വെള്ളത്തിൽ വീണെന്നറിയുമ്പോൾ അവൻ മുസ്ലിമാണോ, അവൻ ക്രൈസ്തവനാണോ, അവൻ ഹിന്ദുവാണോ എന്ന് ചോദിച്ചല്ല, അവൻ മനുഷ്യനാണെന്ന പരിഗണന വെച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളരെ, നിങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ വലിയ ആരും നിങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുമ്പിൽ ഒരുപാട് യുവാക്കളും യുവതികളും ഇരിപ്പുണ്ട്. നമ്മൾ സെൽഫിഷ് ആകാതെ, സ്വയം മൊബൈലും കയ്യിലെടുത്തുകൊണ്ട് സെൽഫിഷ് ആകാതെ സഹജീവികളുടെ വേദനയൊപ്പുന്ന കാരുണ്യത്തിന്റെ പ്രവാഹമുള്ള യുവാക്കളായി എൻ്റെ മുന്നിലിരിക്കുന്ന യുവാക്കളും യുവതികളും മാറണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ സംഭവിച്ചത് നമ്മുടെ സഹോദരനാവാം, നമ്മുടെ സഹോദരിയാവാം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള ആർക്കെങ്കിലും ആകാം. അവിടെയൊന്നും റെസ്ക്യൂ സംവിധാനങ്ങളോ റെസ്ക്യൂ സംഘടനകളോ നിലവിലുള്ള പ്രദേശമായിരിക്കില്ല. പക്ഷേ നിങ്ങൾ സ്വയം അത് ഏറ്റെടുത്തുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നിങ്ങളുടെ ഈ അപകടകരമായ ഈ സാഹചര്യത്തിൽ നിന്നും, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടങ്ങളുടെ തുടർക്കഥയാണ്. നമ്മുടെ മക്കൾ സ്വയം അറിയാതെ എന്തോമൊക്കെ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ അപകടകരമായ സാഹചര്യത്തിലേക്ക് ചെന്ന് ചാടുമ്പോൾ അത് എല്ലാ പ്രദേശത്തും ഇതുപോലുള്ള ടീമംഗങ്ങൾ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ കണ്ടതല്ലേ, കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകർ ഈ പുഴയിലേക്ക് ചാടുമ്പോൾ നേരം ഏറെ വൈകിയിരുന്നു. പക്ഷേ അവർക്ക് ഈ കരവിട്ട് പോകുവാൻ മനസ്സ് വന്നില്ല. സ്വന്തം സഹോദരങ്ങൾ പുഴയുടെ ആഴങ്ങളിൽ കിടക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ കരകളിൽ ഇരുന്നു കൊണ്ട് ആർത്തലച്ച് കരയുമ്പോൾ അവരുടെ വേദന കണ്ടിട്ട് ഞങ്ങളുടെ ഒരു ടീമിനും ഞങ്ങൾ ഈ കരവിട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. പിറ്റേന്ന് സുപ്രഭാതം 5:30 മണിക്ക് ഇവിടെ എത്തി വർക്ക് തുടങ്ങിയ പ്രവർത്തകരാണ് ഇരിക്കുന്നത്. മുഴുനീളെ സഹജീവിയുടെ ശരീരമെങ്കിലും കണ്ടെടുത്തുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുവാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആചാരപരമായ കർമ്മങ്ങൾ നടത്തുവാനെങ്കിലും അവരുടെ ഓർമ്മകൾക്ക് വേണ്ടിയെങ്കിലും ആ മൃതശരീരമെങ്കിലും കണ്ടെടുക്കുവാൻ വേണ്ടി നിസ്വാർത്ഥമായി പണിയെടുത്ത പ്രിയപ്പെട്ട പ്രവർത്തകരാണ് ഈ ഇരിക്കുന്നത്. ഈ 2 സൈഡിലും നമുക്കറിയാം, ഇവരെല്ലാവരും ആ പുഴയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു കഴിഞ്ഞ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ. അപ്പം അത്രയേറെ വിഷമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആകെയുള്ള മൂലധനം നിങ്ങളെപ്പോലുള്ള, അല്ലെങ്കിൽ ഇതിന് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ആളുകൾ നൽകുന്ന അഭിനന്ദനങ്ങളും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വിളിച്ച് ചെറിയൊരു ട്രോഫി തരുന്നതൊക്കെയാണ് ഞങ്ങൾക്കുള്ള സമ്മാനവും, അതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പാരിതോഷികങ്ങൾ. ഞങ്ങളേകനായ ദൈവം തമ്പുരാനിൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയയ്ക്ക് ഇറങ്ങുന്നത്. അപ്പൊ അത്തരം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പൊതുപ്രവർത്തനം നടത്തുവാനും പൊതുസേവനം നടത്തുവാനും സാധിക്കണം. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ അഷ്റഫ് സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് ഈ റെസ്ക്യൂ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വളരെ ചെറുപ്പം മുതൽ അപകടകരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം രക്ഷയുടെ കരം നീട്ടിക്കൊണ്ട് അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്നു. കാലക്രമേണ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോടൊപ്പം കൂടി ഈരാറ്റുപേട്ടയിൽ നന്മക്കൂട്ടം എന്ന വലിയൊരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ആ സംവിധാനം അങ്ങനെ വളർന്ന് പടിപടിയായി വരുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ മൂലം വീണ്ടും അടുത്ത ഒരു ടീമും കൂടെ ഉണ്ടാവുകയും
അങ്ങനെയാണ് ഇരു ടീമുകൾ, ഞാനൊരു സംശയ നിവാരണം നടത്തിയതാണ്, പലരും ചോദിച്ചു എന്താണ് ഇരു ടീമുകൾ, നിങ്ങൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിച്ചുകൂടെ എന്നൊക്കെ വരുമ്പം ചോദിച്ചു, അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇരു ടീമുകൾ രൂപപ്പെട്ടു. പക്ഷേ ടീമുകൾ കൂടുന്ന അനുസരിച്ച് ഈ നാടിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇരു ടീമുകളിലെ ഏകദേശം 100 കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു കൊടുത്ത ചെറുപ്പക്കാരാണ് ഇരിക്കുന്നത്. വയനാടടക്കം പ്രകൃതി സംഹാര താണ്ഡവമാടിയ മലനിരക്കുകളിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നും 10ഉം 15ഉം ദിവസം 10ഉം 50ഉം 100ഉം പ്രവർത്തകർ ആത്മാർത്ഥമായി അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട പ്രവർത്തകർ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ലാഭം ഇതാണ്. അപ്പൊ ഈ അസ്രകുട്ടിയുടെ നേതൃത്വത്തിൽ ഈ സംവിധാനം തുടങ്ങി അത് ഒരുപാട് പേർക്ക് രക്ഷയുടെ കരം നീട്ടിക്കൊണ്ടാണ് ഇന്ന് ഗ്രഹത്താൽ നമ്മുടെ ആ ചെറുപ്പക്കാരുടെ മൃതദേഹമെങ്കിലും നമുക്ക് എടുത്ത് ബന്ധുക്കൾക്ക് കൊടുക്കുവാൻ സാധിച്ചത്. ആ ഒരു സാഹചര്യം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അവരുടെ മാതാപിതാക്കൾ, ഞങ്ങളൊക്കെ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ആ അപകടത്തിൽ പെടുന്നവരുടെ മാതാപിതാക്കൾ ഓടി വന്ന് ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ, സാറേ ഞങ്ങൾക്ക് ബോഡിയെങ്കിലും കിട്ടുമോ സാറേ എന്ന് ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സൽക്കർമ്മങ്ങളുമായി ഈരാറ്റുപേട്ടയിലെ യുവത്വം ഇതുപോലെ കടന്നു വരുന്നത്. ഞങ്ങളെ ഈ തരുണത്തിൽ സ്മരിച്ചതിനും, ഞങ്ങളിൽ അപേക്ഷയില്ലാതെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും ഇത്തരുണത്തിൽ ഞങ്ങളെ സ്മരിക്കുവാൻ ഇവിടെ വിളിച്ചു കൂട്ടുകയും ഞങ്ങളെ ഓർക്കുകയും ചെയ്ത ഈ സ്ഥാപനത്തിന് അതിന് നന്ദി അറിയിക്കുന്നു. മരണപ്പെട്ട പ്രിയപ്പെട്ട മക്കൾക്ക് ഹൃദയവേദനയോടെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ടീം എമർജൻസി. ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഒരു ഗ്യാപ്പ് തന്നെ അടുത്ത ചേട്ടാ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പെട്ടെന്ന് കയറി വന്നത്. നമ്മുടെ ഈ റെസ്ക്യൂവിന് വേണ്ടി ഏറ്റവും മെയിനായിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത നദീർ എന്ന് പറഞ്ഞ ആളുടെ മോൾക്ക് പൂർണ്ണമായി എല്ലാ ദിവസവും നമ്മുടെ കൂടെ വർക്കിന് കൂടിയ ഞങ്ങളുടെ നന്മക്കൂട്ടത്തിൻ്റെ കമ്മിറ്റി മെമ്പറാണ്. നദീറിൻ്റെ മോൾക്ക് ഒരു സീരിയസ് ആയ ഒരു അസുഖമായിട്ട് RCC തിരുവനന്തപുരം RCCയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ 1 മിനിറ്റ് ആ കൊച്ചിന് വേണ്ടി എല്ലാവരും നേരിട്ട് നിന്ന് ഒരു സൈലന്റ് പ്രേയർ ചെയ്തതിന് വളരെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരാഴ്ചയോളമായി RCC ഇൻസ്റ്റിറ്റ്യൂട്ട് വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായി നമ്മുടെ 2 സുഹൃത്തുക്കൾ ആൽബിനും അമലും RCC കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു. അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മളും ഈ വേദനയിൽ പങ്കുചേരുന്നു. എന്നിൽ വന്നു ചേർന്നിരിക്കുന്ന കർത്തവ്യം ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെ അനുസ്മരിക്കാൻ വേണ്ടി സമയവും സാഹചര്യവും ഒരുക്കിയ ജിബി അച്ഛനും RCC ഇൻസ്റ്റിറ്റ്യൂട്ടിനും ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഞങ്ങളുടെ RCCയിലെ ഓരോ അധ്യാപകരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. RCC ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓടിയെത്തുകയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും സഹായ സഹകരണങ്ങൾ നൽകിയ ടീം നന്മക്കൂട്ടം, ടീം എമർജൻസി കേരള, ടീം റെസ്ക്യൂ ഫോഴ്സ് ഈരാറ്റുപേട്ട എന്നീ സന്മനസ്സുകളെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന RCC ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓരോ സുഹൃത്തുക്കളെയും അവസാനമായി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.